CPI എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറി പി രാജുവിന്റെ മരണത്തിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ ആരോപണവുമായി കുടുംബം. പാർട്ടി നടപടിയിൽ മനം നൊന്ത് കൂടിയാണ് രാജുവിന്റെ മരണമെന്ന് സഹോദരി ഭർത്താവ് പ്രതികരിച്ചു. രാജുവിനെതിരെ പാർട്ടി നടപടിക്ക് കൂട്ടുനിന്നവർ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കരുതെന്നാണ് കുടുംബത്തിന്റെ നിലപാട്. എന്നാൽ കുടുംബത്തിന്റെ ആരോപണം തള്ളുകയാണ് പാർട്ടി നേതൃത്വം. പുള്ളിക്ക് ഒരു അസ്വസ്ഥത എന്ന് മാത്രമേ പറയുള്ളൂ. കാരണം മാനസികമായിട്ട് പുള്ളിക്ക് ഭയങ്കര വിഷമങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്താ വിഷമം എന്ന് അറിയില്ലായിരുന്നു. കുറേ കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത്, പഴയ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇങ്ങനെ എന്തോ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്തിനാണെന്ന് അറിയില്ല. അത് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് പുള്ളിക്കെതിരെ വലിയൊരു ആരോപണം വന്നു. 2 കോടി എത്ര ലക്ഷം രൂപ മുക്കി എന്നൊക്കെ പറയായിരുന്നു ആരോപണം. അത് കഴിഞ്ഞ് അവരുടെ ഏതൊരു കോടതി, പാർട്ടി കോടതിയാണെന്നൊക്കെ പറഞ്ഞു. അവർ കണ്ടുപിടിച്ചു അതൊന്നുമില്ല, 4 പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2 പറഞ്ഞു. അത് കഴിഞ്ഞ് അതേ കോടതി പറഞ്ഞു അത്രേ ആളെ തിരിച്ച് കമ്മിറ്റിയിലെടുക്കാൻ പറഞ്ഞു. അത് കമ്മിറ്റി തിരിച്ചെടുക്കാനായിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിക്കണമെന്ന് പറഞ്ഞു. ആ കമ്മിറ്റിയിലെ തീരുമാനം എന്താണെന്നായിരുന്നു പുള്ളിയുടെ ഏറ്റവും വലിയ ടെൻഷൻ. ആ ഹോസ്പിറ്റലിൽ കിടക്കാനും അവിടെ നിന്ന് പുള്ളി ദിവസവും നീറി അവസാനം ശ്വാസം കിട്ടാതെ ICUവിൽ തന്നെ അഡ്മിറ്റ് ആവാനും അവിടെ കിടന്നപ്പോഴും ഞങ്ങൾ കാണുമ്പോൾ ചോദിച്ചിരുന്നത് കമ്മിറ്റി എന്ത് തീരുമാനിച്ചു, എൻ്റെ കാര്യം എന്തായി, ഞങ്ങൾ നോണ പറഞ്ഞുകൊണ്ടിരുന്നു. ആയിട്ടില്ല, കമ്മിറ്റിയിൽ എടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി സമ്മാനിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം ഇപ്പോൾ പുള്ളി പോയി കഴിഞ്ഞപ്പോൾ പലരും പറയുന്നു നടപടി പിൻവലിച്ചു. ഞങ്ങൾ കുടുംബക്കാർക്ക് എന്തായാലും ആർക്കും അതിനെപ്പറ്റി യാതൊരു അറിവുമില്ല. അങ്ങനെ ഞങ്ങൾക്കറിയില്ല. അങ്ങനെയൊന്നും കുടുംബക്കാരങ്ങനെ ഞങ്ങളുടെ അടുത്ത് ഇതുവരെയും ആരും അങ്ങനെ ഔദ്യോഗികമായിട്ട് അറിയിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളും ഇല്ല. അതൊക്കെ വെറുതെ നടക്കുന്ന റൂമറുകൾ മാത്രമാണ്. അത് അല്ലാതെ അതിനിപ്പോൾ നമുക്ക് അങ്ങനെ ഒരു മറുപടി പറയാൻ കഴിയില്ലല്ലോ ഈ സന്ദർഭത്തിൽ. മുഹ്സീന അസുവിന്റെ വിവരങ്ങൾ പങ്കുവെക്കാനായി. മുഹ്സീന, ഈ ബന്ധുക്കളുടെ ആരോപണം പാർട്ടി പൂർണ്ണമായും തള്ളുകയാണ്. അതെല്ലാം വെറും ആരോപണങ്ങൾ മാത്രമാണ് എന്നാണ് ഈ പാർട്ടി പറയുന്നത്. എന്താണ് വാർത്തയുടെ സമഗ്രമായ വിവരം? അജി, നേരത്തെ പി രാജുവിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കാൻ തീരുമാനിച്ചിരുന്നത് പാർട്ടി ജില്ലാ ഓഫീസിലും പിന്നീട് ഏരിയ കമ്മിറ്റി ഓഫീസിലും ഒക്കെ ആയിരുന്നു. ഇതിനുശേഷമാണ് കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം വരുന്നത്. ഇത്തരത്തിലുള്ള പൊതുദർശനങ്ങളൊക്കെ ഇല്ല, നാളെ പറവൂർ ടൗൺ ഹാളിലാണ് പൊതുദർശനം ഉണ്ടാകുന്നത്. മാത്രമല്ല അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു ഗുരുതരമായ ഒരു ആരോപണം വരുന്നത്. അതായത് പാർട്ടി നടപടിയിൽ വരുന്നതുകൂടിയാണ് രാജുവിന്റെ മരണമെന്നാണ് പി രാജുവിന്റെ മരണമെന്നാണ് സഹോദരി ഭർത്താവ് ഗോവിന്ദകുമാറിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ഇല്ലാത്ത പ്രശ്നങ്ങളുടെ പേരിൽ പി രാജുവിനെ വ്യക്തിഹത്യ നടത്തിയെന്ന് നേരത്തെ മുതിർന്ന നേതാവ് കെ ഇസ്മായിൽ SP പോസ്റ്റിലൂടെ പറയുകയൊക്കെ ചെയ്തിരുന്നു. നേരത്തെ ഒരു ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം നേരിട്ടിരുന്നു. ഈ ഒരു വിഷയത്തിന്റെ പുറത്ത് അദ്ദേഹത്തിന്റെ പദവികളിൽ പലതും നീക്കം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഇന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്ന് അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്നത് അടക്കമുള്ള കാര്യങ്ങൾ വന്നിരുന്നു. ഇതിനിടയിലാണ് അദ്ദേഹത്തിന് അസുഖം കലശലാവുകയും പെട്ടെന്ന് മരണം സംഭവിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. എന്താണെങ്കിലും ഈ പാർട്ടി നിരന്തരമായി അദ്ദേഹത്തിനെതിരെ എടുത്ത സമീപനമാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന് മനപ്രയാസം ഉണ്ടാക്കുകയും പെട്ടെന്നുള്ള മരണത്തിന് കാരണമാവുകയും ഒക്കെ ചെയ്തതെന്നാണ് ആരോപണം. എന്താണെങ്കിലും പാർട്ടി നേതൃത്വം ഇത് തള്ളുകയാണ്. നാളെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള സംഘം ഈ പൊതുദർശന സമയത്ത് അദ്ദേഹത്തെ കാണാൻ പോകും എന്ന് തന്നെയാണ്, അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുമെന്ന് തന്നെയാണ്. ശരി, മുഹ്സീന അസു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.